ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂൺ ടാറ്റയും പറയാമോ. സോ ഇനി നമ്മുടെ റീഡിങ്ങിൽ കറണ്ട് സിറ്റുവേഷൻ കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ കറണ്ട് എനർജി, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്നുള്ളതൊക്കെ നമ്മൾ നോക്കുന്നതാണ്. അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോറി അല്ല. മാക്സിമം നിങ്ങളുടെ വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. We have the 10 of Pentacles. ഒരു ഫാമിലി കാർഡ് തന്നെയാണ് 10 of Pentacles. The Lovers card, the Knight of Pentacles. ഒരു സ്റ്റെബിലിറ്റിയെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു ഈ ഒരു ടൈം എന്നുള്ളത് നമുക്കിവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വീണ്ടും ഒരു ബിഗിനിങ് ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് പറഞ്ഞ് തീർത്തിട്ട് നിങ്ങളുടെ അടുക്ക വരണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ പറയാം, ആ ഒരു പേഴ്സൻ്റെ ഒരു തോട്ടിൽ നിങ്ങളിപ്പോഴും ആ ഒരു പേഴ്സണെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു ഫാമിലി നല്ല രീതിയിൽ ഒരു ഫാമിലി കൈൻഡ് ഓഫ് കമ്മിറ്റ്മെൻറ്റ് ഇവിടെ വേണം എന്നുള്ള രീതിയിൽ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി വേണം എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളുടെ പലരുടെയും പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ച് പേരുടെ, അതായത് ഒരു കുറച്ച് ടൈമിൽ നിങ്ങളുമായിട്ടും സ്പെൻഡ് ചെയ്ത മൊമെൻറ്റിനെ കുറിച്ച് വ്യക്തി ഓർക്കുന്നു. നല്ല രീതിയിൽ ഓർമ്മ ഉള്ളതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒരുമിച്ച് നിങ്ങൾ രണ്ടുപേരും ഉണ്ടെങ്കിൽ അവരുടെ ഒട്ടുമുക്കാൽ പ്രശ്നങ്ങളും തീരും. അതുപോലെ തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു പേഴ്സണാണ് നിങ്ങൾ എന്നുള്ള രീതിയിലൊക്കെ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. കാരണം വ്യക്തിക്ക് ഒരു സമയം ഒറ്റപ്പെട്ട് നിൽക്കുന്ന ടൈമിൽ ചിലപ്പോൾ അങ്ങനെയുള്ള ടൈമായിരിക്കും നിങ്ങൾ വളരെയധികം ഒരു പാർട്ട്ണർ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു ഫ്രണ്ട്ഷിപ്പ് കൈൻഡ് ഓഫ്, അല്ലെങ്കിൽ ഫ്രണ്ടും അതുപോലെ തന്നെ ഓൾ ആൻഡ് ഓൾ എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ ആയിട്ടുണ്ടാകാം. ഇപ്പോൾ ആ ഒരു വ്യക്തി ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ നല്ല രീതിയിൽ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഒരാൾ കുറച്ച് പേരെ സംബന്ധിച്ച് നിങ്ങൾ കോണ്ടാക്റ്റ് ഉണ്ടാവും, പക്ഷേ പണ്ടത്തെ പോലെ ഒരു കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ എന്താ നോർമലായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ മാത്രമേ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുള്ളൂ എന്നുള്ള രീതി കാണിക്കുന്നുണ്ട്. അത് പറയാമെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോയെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ ഒരു പണ്ടത്തെ ആ ഒരു സ്പാർക്ക് ചിലപ്പോൾ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാകാം. കാരണം അത്ര ആ ഒരു വ്യക്തിക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈമിൽ മാത്രം നിങ്ങളുടെ അടുക്ക വരിക എന്നുള്ളൊരു അപ്രോച്ച് കുറച്ചാളുടെ ഒരു റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ പറയാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, കുറച്ച് ആൾക്കാരുടെ കാർമിക് റിലേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഇവിടുത്തെ ടവർ കാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏസ് ഓഫ് വൺസ് ആസ് എ റിവേഴ്സ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഏസ് ഓഫ് വൺസ് എന്ന് പറയുന്ന ഒരു പുതിയ ഓപ്പർച്യൂണിറ്റീസിനെ കാണിക്കുന്ന കാർഡാണ്. പക്ഷേ ഇവിടെ ആ ഒരു വ്യക്തിക്ക് അറിയാം നിങ്ങളുടെ വാല്യൂ, നിങ്ങളെ മിസ് ചെയ്യുന്നു ഒക്കെ ഉണ്ട്. നിങ്ങളെ പാഷനേറ്റ് ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വളരെ വെർത്തായിട്ടുള്ളൊരു പേഴ്സണാണ്, നിങ്ങൾ വളരെ ലവബിളാണ്, നിങ്ങൾ വളരെ സ്നേഹമുള്ള ആൾക്കാരാണ് എന്നുള്ള രീതിയിലൊക്കെ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് വ്യക്തിക്ക് ഒരു ഉറപ്പില്ലാത്ത അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. ദി ടവർ ആൻഡ് ദി ഏസ് ഓഫ് വൺസ് എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു കാർഡാണ്. ഒരു ഫ്യൂച്ചർ ഡയറക്ഷനിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരുന്നുണ്ടാവില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നുണ്ടാവില്ല. ചിലപ്പം പെട്ടെന്ന് അങ്ങ് മുങ്ങുക, അതുപോലെ തന്നെ കുറേ നാളുകൾക്ക് ശേഷം വരിക, ഇങ്ങനെയുള്ളൊരു ടെൻഡൻസി വ്യക്തിയുടെ മൈൻഡിലുണ്ട്. പക്ഷേ പറയുമ്പോഴെന്താണ്, നിങ്ങളോട് നല്ല കമ്മിറ്റ്മെൻറ്റാണ്, നിങ്ങളോട് നല്ല ഇഷ്ടമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടാവാം. പക്ഷേ ആക്ച്വലി വ്യക്തിക്ക് തന്നെ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ ഒരു ഉറപ്പില്ലാത്ത അവസ്ഥ ഇവിടെ. അതുപോലെ തന്നെ ദ ഹെർമിറ്റ് കാർഡ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ 3 കാർഡും ഒരു രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് വ്യക്തി നല്ല രീതിയിൽ ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് എന്നുള്ള രീതി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിനേക്കാൾ കൂടുതൽ വ്യക്തിക്ക് എന്താണ്, സ്വയം എന്താണോ സിറ്റുവേഷനിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് എന്നറിയാത്തൊരവസ്ഥ നമുക്കിവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തിയോട് തന്നെ ചോദിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ടൈം വേണം ഒരു സിറ്റുവേഷൻ, അതെന്ന് വെച്ചാൽ ഒരു കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ വ്യക്തിക്ക് ഒരു സിറ്റുവേഷനിൽ എന്ത് അഭിപ്രായമാണ് എടുക്കേണ്ടത്, എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്ന് അറിയാനുള്ള ഒരു ടെൻഡൻസിയാണ് ഇവിടെ കാണിക്കുന്നത്. അതോടെ കുറച്ച് ടൈം ഒറ്റക്ക് നിൽക്കണം. അപ്പോൾ ഈ ഒരു പീരീഡ് അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നാളെ കുറച്ച് നോ കോണ്ടാക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ പോലും പലരുടെയും സംബന്ധിച്ചെന്ന് പറയുന്നത് ആ ഒരു വ്യക്തിക്ക് ഒരു സ്വന്തമായിട്ട് ചിലവഴിക്കാനുള്ളൊരു ടൈമാണ്. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഒരു സിറ്റുവേഷനിൽ എന്ത് അഭിപ്രായമാണോ എടുക്കുക, ഒരു തീരുമാനം എടുക്കുക എന്നുള്ള കൺഫ്യൂഷനിലൊക്കെ നിൽക്കുന്ന ഒരു പേഴ്സണെയാണ് ഇവിടെ നമുക്ക് ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ കാണിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളോടുള്ള സ്നേഹക്കുറവോ ഒന്നും അല്ല കേട്ടോ ഇവിടെ കാണിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ആ വ്യക്തിക്ക് സ്നേഹമുണ്ട്. ഒപ്പം തന്നെ നമുക്കിവിടെ
സിക്സ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് എന്താ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാർഡാണ്. ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഒരു കുട്ടിക്ക് വേറൊരു കുട്ടിക്ക് ദ കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യുകയാണ്. അവിടെ ഒരു സ്നേഹത്തെ കാണിക്കുന്നതാണ്, ഒരു ഇമോഷണൽ, ഒരു ബോണ്ടിങ്ങിനെ കാണിക്കുന്ന ഒരു കാർഡാണ്. അപ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, വ്യക്തിക്ക് ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട്, അത് ഇട്ടേച്ച് പോകാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല. എന്നാൽ പണ്ട് അല്ലെങ്കിൽ ഒരുപാട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉള്ള സമയത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നീ എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം. അത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളിൽ മുൻതൂക്കം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. സ്വന്തം കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകാം എന്തോ ഒരു സെൽഫിഷ് ആയിട്ടുള്ള പേഴ്സണാണ്. ചിലപ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തിയെ നല്ല രീതിയിൽ സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ അതിൻ്റെ പകുതി പോലും എഫേർട്ട് ഇങ്ങോട്ടില്ലേ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് സംശയിച്ചിട്ടുണ്ടാകാം. ചിലപ്പോൾ തീരെ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ ഇട്ടേച്ച് പോകാനും പറ്റാത്തൊരു സിറ്റുവേഷനും ആയിപ്പോയി. അത്രക്കും നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ ബ്ലൈൻഡായിട്ട് സ്നേഹിച്ച് പോയി എന്നുള്ള രീതിയിലൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ പലരെ സംബന്ധിച്ചൊരു മിസ്സിങ് എന്നുള്ള രീതിയിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ എനർജി പ്രകാരം നിങ്ങളും ഒരുപാട് തവണ ഈ ഒരു റിലേഷൻഷിപ്പിന് ഇട്ടേച്ച് പോകാൻ നോക്കി. ബട്ട് നിങ്ങളുടെ ഇടയിൽ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു എനർജി ഉണ്ട്. അത്ര പെട്ടെന്ന് എന്താണ് അവരുടെ മെമ്മറീസ് നിങ്ങളെ വിട്ടു പോകുന്നില്ല എന്നുള്ള രീതിയിൽ കാർമികമായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല ഞാൻ പറയുന്നത് കേട്ടോ. അല്ലാത്ത രീതിയിലുള്ളതാണ് പറയുന്നത്. എന്ത് തന്നെ ഉണ്ടെങ്കിലും വീണ്ടും വരും എന്നുള്ള വിശ്വാസം നിങ്ങൾക്കുമുണ്ട് അവർക്കുമുണ്ട് എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഇടയിൽ പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഇമോഷണൽ ആയിട്ടുള്ള പേഴ്സണും ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ മുൻതൂക്കം കൊടുക്കാതെ, അല്ലെങ്കിൽ കുറച്ച് ആ ഒരു വ്യക്തിയുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കി, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് മാത്രം നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാകാം. എല്ലാവരുടേതല്ല, കുറച്ച് ആൾക്കാരുടെ അടുത്ത് കാണിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാവും മ്യൂച്വലായിട്ട് അൺസ്റ്റേബിൾ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ്, ഇതിനി മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്ന് വെച്ച് രണ്ടുപേരും മനസ്സോടെയൊക്കെ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്തോറും എനിക്ക് പെയിനേ ഉണ്ടാവുള്ളൂ. കുറച്ച് ആൾക്കാർ ആ ഒരു പെയിൻ്റെ ഇടയിലും അഥവാ നടന്നാലോ എന്ന് വിചാരിച്ച് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. ബട്ട് നോ, അങ്ങനെ ചെയ്യരുത്. കാരണം നടക്കുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്തിട്ട് ഉള്ളത് നിങ്ങളുടെ എനർജിയും കൂടി ഒന്ന് ബാക്ക്വേർഡ് ആക്കണ്ട. നിങ്ങളുടെ ഇതിൽ ഫോക്കസ് ചെയ്യുക എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തി സ്നേഹിക്കണ്ട എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് തോന്നുകയാണ് ആ ഒരു വ്യക്തി എന്തായാലും ഒരു മാറ്റം നല്ല മാറ്റത്തോടു കൂടി തന്നെ അല്ലെങ്കിൽ പുതിയൊരു പേഴ്സണായിട്ട് വരും എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. പക്ഷേ നമ്മളൊരിക്കലും ആ ഒരു വ്യക്തി ഒരു മാറ്റവും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ഡിസിഷൻ എടുക്കാൻ തയ്യാറല്ല, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറല്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. നേരെ മറിച്ച് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിക്ക് ഒരു റിയലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ വില മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം പീരീഡാണ് ആ ഒരു വ്യക്തിയും ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ അതുതന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും യൂണിവേഴ്സിൽ കാണിച്ചു തന്നിട്ടുണ്ട്. കുറച്ച് ആൾക്കാരുടെ വാർണിംഗ് സൈൻ എന്നെ തന്നിട്ടുണ്ട്. ദ ടവർ ഇറ്റ്സെൽഫ് എന്ന് പറയുന്നത് വാർണിംഗ് സൈനാണ് കാണിക്കുന്നത്. അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞിട്ട് വീണ്ടും വാർണിംഗ് സൈൻ കാണിച്ചിട്ട് അതിൽ വീണ്ടും നിങ്ങളത് വേണ്ട, ഒരു ചാൻസും കൂടി കൊടുക്കാം എന്ന രീതിയിൽ ലാസ്റ്റ് ചാൻസ് എന്നുള്ള രീതിയിൽ ഒരുപാട് ചാൻസ് കൊടുത്ത പേഴ്സൺസാണ് നിങ്ങൾ എന്നുള്ള രീതിയിലേക്ക് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും ചില കാര്യങ്ങൾ ഹീൽ ചെയ്തു വരുന്നുണ്ട് എന്നുള്ള രീതിയിലും കാണിക്കുന്നുണ്ട്. വളരെ നല്ല കാര്യം. ചില കാര്യങ്ങൾ ടൈം എടുത്ത് ഹീൽ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മളെ ചെറിയ കാര്യങ്ങൾ പോലും അത്ര പെട്ടെന്ന് ഹേർട്ടാക്കില്ല എന്നുള്ള രീതിയിൽ പറയാം നമുക്ക്, അല്ലേ? അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഇപ്പം ഇനി ആ ഒരു പേഴ്സൺ ഒരു മാറ്റത്തോടു കൂടി അല്ലെങ്കിൽ ജെന്യൂനായിട്ട് വരികയാണെങ്കിൽ അപ്പോൾ മാത്രം ആക്സെപ്റ്റ് ആക്കാം. എന്ന് വെച്ച് ആ ഒരു പേഴ്സൻ്റെ ഈ ഒരു സ്വഭാവം, അതായത് ഇവിടെയും വേണം അവിടെയും വേണം, രണ്ട് ഡബിൾ മൈൻഡോട് കൂടി നിൽക്കുന്ന ആ ഒരു സ്വഭാവത്തോടെ വരികയാണെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി നോ പറയാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലേക്ക് പലരുടെയും എനർജി മാറിയിട്ടുണ്ട്. കാരണം എത്രത്തോളം ചാൻസ് കൊടുക്കുന്നുണ്ടോ അത്രത്തോളം നിങ്ങളാണ് ഹേർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ തന്നെയാണ് വേദനിപ്പിക്കുന്നത് എന്നുള്ള ഫീലിങ്സൊക്കെ പലരും കണ്ടുപിടിച്ച് തുടങ്ങി, അല്ലെങ്കിൽ പലരും അറിഞ്ഞു തുടങ്ങി. ആദ്യമൊന്നും നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്നൊരു പേഴ്സൺ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങൾ ആ ഒരു പേഴ്സണെ ഒരു വേൾഡായിട്ട് കണ്ട സമയം അല്ലെങ്കിൽ എല്ലാമായിട്ട് കണക്കാക്കിയ സമയത്തായിരിക്കാം ഒന്നുമല്ല എന്നുള്ള രീതിയിൽ വേറൊരു സിറ്റുവേഷനോ ചില തെറ്റിദ്ധാരണകളുടെ പേരിലോ നിങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവുക.
എന്നാൽ പോകെ പോകെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റായി പോയോ എന്നുള്ള രീതിയിൽ സംശയിക്കുന്ന സമയത്താണ് പലരുടെയും പേഴ്സൺ ഇങ്ങോട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നത് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ബട്ട് ഇപ്പോൾ കുറേ ആൾക്കാരുടെ പേഴ്സണെ സംബന്ധിച്ചൊരു ഫാമിലിയൊക്കെ ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം വ്യക്തിയുടെ മൈൻഡിൽ നിങ്ങളെക്കുറിച്ച് എന്താണ്. യൂണിവേഴ്സൽ പ്ലീസ് ഗൈഡ് മീ. We have the Queen of Wands, the King of Cups, the King of Swords, okay. The Nine of Wands, okay. ബോട്ടം ഓഫ് ദ ഡെക്ക് നമുക്ക് 8 ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് നിങ്ങളെന്ന് പറയുന്നത് ഒരു ടൈമിൽ ആ ഒരു വ്യക്തി ഇല്ലാതെ പറ്റില്ല എന്നുള്ള എനർജിയിൽ നിന്ന് മാറി നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചുറ്റും എന്താണ് ഒരു വേലി തീർത്ത പോലെ അല്ലെങ്കിൽ ഒരു ബൗണ്ടറീസ് വെച്ചിട്ടുണ്ട്. അതൊരിക്കലും ആ ഒരു പേഴ്സൺ ഇനി കടക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബൗണ്ടറീസ് ആണോ എന്നുള്ള രീതിയിൽ പോലും ചിന്തിച്ചിരിക്കേണ്ടിയിരിക്കും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. കാരണം ഇവിടെ ആ ഒരു വ്യക്തി ആദ്യം വളരെയധികം ആറ്റിറ്റ്യൂഡ് വെച്ച് നിന്നിട്ടുണ്ടെങ്കിൽ പോലും പലരും നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് മിണ്ടിയിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് വലുതെന്ന് പറയുന്നത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡോ ഈഗോയോ ഒന്നുമല്ല, നേരെ മറിച്ച് ആ ഒരു വ്യക്തിയുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് വിട്ട് ഒരു കളിയില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന പേഴ്സൺ ആയിരിക്കാം കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച്. എല്ലാവരും അല്ല കേട്ടോ, ഇനിയിപ്പം അങ്ങനെ വിചാരിക്കേണ്ട. അപ്പം ഇവിടെ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളും അതേ രീതിയിൽ അല്ലെങ്കിൽ ബിഹേവ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ആ ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്നത്, അതായത് ചെയ്തു പോയ തെറ്റായി പോയി മീൻസ് നമ്മളിപ്പം അതേ കോയിനിൽ മറുപടി കൊടുക്കുമ്പോഴല്ലേ നമ്മൾ അനുഭവിച്ച വേദന അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച സിറ്റുവേഷൻ എത്രയാണെന്ന് മനസ്സിലാക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ ആ ഒരു വ്യക്തി ഒരു വെയിറ്റിംഗ് സൈനാണ്. ഇല്ല വരും ഈ ഒരു വ്യക്തിക്ക് എന്നെ വിട്ട് പോകാൻ പറ്റില്ല എന്നുള്ള വിശ്വാസം വളരെയധികം ആ ഒരു വ്യക്തിയെ പിടിച്ചു നിർത്തുന്നുണ്ട് എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ കുറച്ചാളെ സംബന്ധിച്ച് അത് എൻ്റെ ഒപ്പമായിപ്പോൾ ഇതിലൊരു ഫ്യൂച്ചർ ഇല്ല, ഇനിയിപ്പോൾ ഇവിടെ തന്നെ സ്റ്റിക്ക് ഔൺ ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഹേർട്ടിങ് ഞാൻ തന്നെ ആവുക, അല്ലെങ്കിൽ ഇതിന് കാര്യമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ കാര്യമായിട്ട് മാറ്റമൊന്നും ഉണ്ടാവില്ല, ഈ ഒരു പേഴ്സൺ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ഹേർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. ആ ഒരു വ്യക്തിയുടെ ഒരു എനർജി പ്രകാരം അങ്ങനെ തന്നെയാണ്. നിങ്ങളെ ഹേർട്ട് ചെയ്യുക, അതിൽ സന്തോഷം കണ്ടെത്തുക, എന്നിട്ട് അത് നല്ല രസമാണെന്ന് പറയുക, അങ്ങനെയുള്ള രീതിയിലൊക്കെ എനർജിയൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ പറയാമെന്നുണ്ടെങ്കിൽ 8 ഓഫ് സോഡ്, അതായത് നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു നോ കോണ്ടാക്റ്റിലേക്ക് വരുന്ന സമയത്താണ് പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത് എപ്പോഴും അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് വ്യക്തിക്ക് ഒരു മിസ്സിങ് എന്നുള്ള രീതിയിലൊന്നും അധികം വന്നിട്ടില്ല. പക്ഷെ പോകെ പോകെ നിങ്ങൾ ആ ഒരു രീതിയിൽ ആ ഒരു വ്യക്തി ചെയ്യുന്ന പോലെ ചെയ്തിട്ട് ആ ആറ്റിറ്റ്യൂഡിലേക്ക് നിൽക്കുന്ന സമയത്താണ് വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് അറിയാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വേറെ ആരെങ്കിലും വന്നോ, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ലൈഫ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നത് എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താണെന്നും കൂടി നോക്കാം. We have the 10 of Wands, okay, the 5 of Swords, the 7 of Wands, 5 of Pentacles. Okay, ചില സിറ്റുവേഷനിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ട സാഹചര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നേക്കാം. അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്ത് ശരിയാക്കാൻ നോക്കരുത്. തമ്മിൽ ഭേദം അത് നല്ല രീതിയിലേക്ക് ചിന്തിക്കുക. ഇതെനിക്ക് ശരിക്കും പറഞ്ഞാൽ വേണോ? അതിപ്പോൾ എന്ത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അതായത് പിന്നീട് അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കാനോ ഉറക്കൊഴിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കാനോ ഉള്ള സാഹചര്യം ഉണ്ടാക്കരുത്. പകരം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നല്ല രീതിയിൽ വർക്കാവാനുള്ള ചാൻസ് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. നല്ല ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള പേഴ്സൺസ് തന്നെയാണ് നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ 2-3 തവണ നോക്കുക. ചിലപ്പോൾ അല്ലെങ്കിൽ പലർക്കും ചിലപ്പോൾ നിങ്ങൾക്കൊരു മൈൻഡിലൊരു തോട്ട് ഉണ്ടാവും, അങ്ങോട്ട് മെസ്സേജ് അയച്ച് നോക്കാം, അല്ലെങ്കിൽ അഥവാ ഇതൊരു നല്ല രീതിയിൽ പോയാലോ, നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ ആ ഒരു വ്യക്തിയിൽ നിന്നും ഒരു റെസ്പോണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അത് വീണ്ടും നിങ്ങൾക്ക് തന്നെ അത് വിഷമമായിട്ട് മാറും എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. കാരണം നിങ്ങളെ തന്നെ അത് ഹേർട്ട് ചെയ്യും. തമ്മിലും ഭേദം നിങ്ങളിപ്പോൾ ഫോളോ അപ്പ് ചെയ്യുന്ന നിങ്ങളുടെ സെൽഫ് കെയർ കണ്ടിന്യൂ ചെയ്തു പോകാം. കാരണം എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ വളരെയധികം ഒറ്റപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ആര് തന്നെ ഉണ്ടെങ്കിലും ആ
ആ ഒരു വ്യക്തിയോളം അല്ലെങ്കിൽ വ്യക്തി അല്ലാതെ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാൻ വേറെ ആരും ഇല്ല എന്ന് മനസ്സിലാക്കുന്നിടയ്ക്കാണ് നിങ്ങൾ മെല്ലനെ ഇങ്ങനെയുള്ള ഒരു ഡിസിഷൻ എടുത്താലോ എന്നുള്ള രീതിയിലേക്ക് പോകാൻ ചാൻസ്. പക്ഷേ നിങ്ങളോട് ഞാനൊന്ന് പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളെക്കാൾ കൂടുതൽ നല്ലൊരു കോട്ട് കിട്ടുക എന്നൊക്കെ പറയുന്നത് അസംഭവമായിട്ടുള്ള കാര്യമാട്ടോ. എന്ന് പറയുന്നത് എന്ന് വെച്ച് നിങ്ങളുടെ ഒരു നിമിഷത്തെ ഒരു ചിന്തയുടെ പേരിൽ നിങ്ങളൊരിക്കലും നിങ്ങളെ തന്നെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ആവരുത്. എല്ലാവരുടെയും അല്ല, കുറച്ച് ആൾക്കാരുടെ അങ്ങനെ എടുത്തെടുത്ത് ചിന്തിച്ച് നിൽക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ സോ ഗൈസ്, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത റീഡിങ് കാണുന്നവരെ ബൈ.